അധ്യാത്മരാമായണം 12-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ആരണ്യകാണ്ഡം. ഖരവധം. രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശൂഖരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗദം ആർത്തി പൂണ്ടോർത്തു ഭക്തിയ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട്, ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുചാദികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക, ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയം അറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശോ 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിട്, എന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരൻ. ഏറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുദ്ഗര മുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ 14 വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കി ഖരൻ മുൻപിൽ വീണലറിനാൾ. എങ്ങു പൊയ്ക്കളഞ്ഞിതു നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊൽനീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാൾ. അതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം.
പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതീനുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ, ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ, ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ, മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു കറ്റവാർക്കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരികരം ആഭോഗാനന്ദം ഉറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മെയ്മേൽ. തൽക്ഷണം അവയെല്ലാം എയ്തു ബന്ധിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ. അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണം അവറ്റെ രഘുനാഥൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി, തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3ഉം ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദാശരഥി 100ഉം ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3ഉം മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരൻ ആദിത്യാഭ തേടിയിടും രഥം തന്നിലമ്മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാനവയെല്ലാം.
രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരോധാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശൂഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യവൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാദിനായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാൻ ആശൂഖരൻ. തെറ്റെന്നു പൊടിച്ചിതു രാഘവൻ അതുമപ്പോൾ. പിന്നെയും ഗദയുമായടുത്താൻ ആശൂഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈഋതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യഗമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീക്ഷ്ണമാം ഐശീകാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രം അയച്ചോരളവ് ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണത്രിശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചിതു നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ. ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും
മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹം. അതുനേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പോക്കൽ നിന്നു മാനസേ പുനരവരേവരും. അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്തപാപഹാരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ. രമിച്ചിടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ. മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാൻ ഇതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. അതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതുനേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചന്നു മോക്ഷവും തന്നിടുവൻ ഇല്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി. ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിൻ തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രൽ സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികൾ ആഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവും പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി രാഘവൻ. 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14,000 രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാൾ. ഒക്കവേ പുണ്ണും അതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരിക എന്നു പാപനാശനൻ അരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ
തപോധനന്മാരോടു ചൊന്നാൻ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലിനിക്കാലം വൈകാതെയൊടുങ്ങിടും അമർത്യവൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ല് എന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്നറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിട് ഏവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോടു. യാതൊധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗ മാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും
നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം, വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽകുജനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ, യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേണ ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ, ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ചിത്രം ഓർത്തോളം ഇതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതോ നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യം. എന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി. പാരാതേ പാരാവാര പാരമാം തീരം. തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും
മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിത്? ഏകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യം, അല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുൻപനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായയെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നുതാൻ ഏകനായിട്ടെതിർത്തു രണത്തിങ്കൽ. കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും. ഇല്ല സംശയമേതും. പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോട്? അവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കിത്തൊഴിൽ അറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ.
നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതോ സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേപ്പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലും എങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിഗന്ധരൻ തേരിലമ്മാറു കരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ. കാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വഹ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ
ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നീടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വഹ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക, വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലീ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതൂ നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ. അയ്യോ പാപം, ഹാ ഹാ ലക്ഷ്മണ, മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം, പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും.
വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരും എന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം, രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭർത്തൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലായല്ലോ. രാമനാശാകാംക്ഷിതനാക്കിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാവരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ, നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാ താനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ധിഗ്ധിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ, അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും, ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുത അതു കേട്ടുര ചെയ്തിടിനാൾ, മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം.
ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും. അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിൻ തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം. അതിന്നു നീ പോരേണം മയാ സാക്കം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം? താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ. ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു? കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായന്നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരം ഉള്ളിലഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഹാഹാ മൽപ്രാണീശ്വര പാഹി മാം ഭയാതുരാം. ജടായു സമാഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠ തിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതം അതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു. തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി
പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിക എന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വീമണ്ഡലം അകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെയുപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകനെന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപതേ, കൗണബാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാൻ. അതുനേരം പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ. യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയും ഉത്തീര്യ തൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പരിപാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീചര കുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാതപീഡയും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.